നമസ്കാരം, കെ ബി സ്വാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ലോകത്ത് ഏറ്റവും വലിയ സക്സസ് എന്താണ്? ഞാൻ പറയാറുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ശരീരവും സമാധാനമുള്ളൊരു മനസ്സുമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സക്സസ് എന്നതാണ്. കാരണം നമ്മൾ സക്സസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഘടകങ്ങളാണ്. മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് സാറ്റിസ്ഫൈഡ് ആകണം. അത്തരം സാറ്റിസ്ഫാക്ഷനുള്ള സിറ്റുവേഷനുകൾ, അത്തരം സാഹചര്യങ്ങൾ, നമുക്ക് സംതൃപ്തിയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും സന്തോഷവാന്മാരായ സമാധാനത്തോടു കൂടിയും ഇരിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കാവുന്ന ഇത്രയും ഘടകങ്ങൾ കയ്യിലുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഇതൊരിക്കലും സാധിക്കാറില്ല. അത്തരം പേഴ്സണാലിറ്റികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എത്ര ശ്രമിച്ചാലും ശരി, ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും. എപ്പോഴും അവരിങ്ങനെ കിടന്നിട്ട് എരിപിരി കൊണ്ടുകൊണ്ടിരിക്കും. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പീപ്പിൾ പ്ലീസേഴ്സാണ്. അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എല്ലാവരെയും സംതൃപ്തരാക്കാൻ ശ്രമിക്കുന്നവർ. നമ്മൾ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുന്നതിനേക്കാൾ വ്യർത്ഥമായ വേറെ ജോലിയില്ല എന്നാണ്. ഇത് ശ്രമിക്കുന്നവർക്ക് എപ്പോഴും നിരാശയാണ് ഉണ്ടാവുക. കാരണം അവർ ശ്രമിക്കും തോറും അവർക്ക് സാധിക്കാതെ വരുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. എന്താ എന്നോട് അങ്ങനെ പറഞ്ഞാൽ, എന്താ എങ്ങനെ പെരുമാറിയത്, ഏത് നേരവും നമുക്കൊരു സങ്കടം അല്ലെങ്കിൽ ഒരു നിരാശ എപ്പോഴും ഉണ്ടാകും. നേരെ മറിച്ചത് ആ ഒരു സാഹചര്യത്തിലെ സംഭവമായി കണ്ട് നമ്മളതിനെ ഈസി ഗോയിങ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ എപ്പോഴും പീപ്പിൾ പ്ലീസേഴ്സിന് ഒരു കാലത്തും മനസ്സമാധാനം ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ടൈം കൺട്രോളേഴ്സാണ്. അതായത് സമയത്തെ നിയന്ത്രിക്കാൻ ചിന്തിക്കുന്ന ആൾക്കാർ. അവരുടെ സമയം അവരുടെ കൺട്രോളിലാകണമെന്ന് ചിന്തിക്കുന്ന ആൾ. സമയം പോലുള്ള റിസോഴ്സുകളുടെ പ്രത്യേകത എന്താ അറിയോ? നമുക്കതിനെ നിയന്ത്രിക്കുക എന്നത് പ്രാവർത്തികമല്ല. നേരെ മറിച്ച് നമുക്കതിനെ വിനിയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മളുടെ കൺട്രോൾ, നമുക്കതിനെ കീഴടക്കി കൊണ്ടുനടക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ ഇങ്ങനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് സാധിക്കുക. ഇതിൻ്റെ തമ്മിലുള്ള ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നിങ്ങളത് നോക്കുന്ന പോലെയാണ്. നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ശക്തി പോലെയാണ് സമയത്തിൻ്റെ ശക്തിയാണ്. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാം. പക്ഷേ ഒരുപാടാകുമ്പോൾ നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുക, ടൈം കൺട്രോളിങ് എന്നല്ല. ടൈം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത വീഡിയോസിന് മുമ്പ് നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ടൈമിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സാണ്. അതായത് എപ്പോഴും മത്സരബുദ്ധി കൊണ്ട് നടക്കുന്ന ആളുകൾ. ഏറ്റവും നന്നായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് ഹാഫ് പ്രഷർ ഉള്ളപ്പോഴാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ ഓവറായിട്ടുള്ള സ്ട്രെസ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പ്രോഡക്റ്റിവിറ്റി, നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് ഒക്കെ പുറത്തെടുക്കുക. അപ്പോൾ ആ ഒരു റേഞ്ചിൽ എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി ഞാൻ വേറൊരു സത്യം കൂടി പറഞ്ഞു തരാം. നിങ്ങൾ എവിടെ വേണേൽ എടുത്തു നോക്കിയുള്ളൂ, യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ലോ ലെവലിലുള്ള ആളുകളിൽ മാത്രമുള്ളതാണ്. ഒരു സ്ഥാപനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹയർ ലെവലിൽ നിൽക്കുന്ന, ഹയറാർക്കിയിലെ ഹയർ റാങ്കിൽ നിൽക്കുന്നവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അവിടെ കൊളാബറേഷൻ ഉണ്ടാവും, കൂട്ടായ്മകളാണ് ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് ലോവർ റാങ്കിലുള്ള ആളുകൾ തമ്മിൽ എപ്പോഴും പെർഫോമൻസിനെ ബേസ് ചെയ്ത് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, സാലറിയെ ബേസ് ചെയ്ത് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, അവരുടെ റെപ്യൂട്ടേഷനെ ബേസ് ചെയ്ത് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ലോവർ റാങ്കിലാണ് എന്നും കോമ്പറ്റീഷൻ ഉള്ളത്. നേരെ മറിച്ച് ഹയർ റാങ്കിൽ എപ്പോഴും കൊളാബറേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഹയർ റാങ്കിലേക്ക് നിങ്ങളുടെ ലെവലിനെ മാറ്റണമെങ്കിൽ ഏറ്റവും എളുപ്പം വഴി കൊളാബറേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നാണ്. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്ട്രെസ്സ് കൂടും. സ്ട്രെസ്സ് കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് കുറയും. ഫോക്കസ് കുറയുമ്പോൾ സ്വാഭാവികമായും പ്രോഡക്റ്റിവിറ്റി കുറയുമ്പോൾ നിങ്ങൾ തഴപ്പോവും. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റീഷൻ എന്ന മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് സ്ട്രെസ് ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റുള്ള ആളുകൾ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ അതിനെ ഒരു 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 ഗെയിമായിട്ട് കാണുക. ഒരു റേസായിട്ട് കാണുന്നതിനേക്കാൾ പകരം ഒരു ഗെയിമായിട്ട് കാണുക. ഒരു ഗെയിം ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ പറയുക? ഗെയിമിംഗ് മൈൻഡ് സെറ്റിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ്റെ ത്രില്ല് അനുഭവിക്കാനും സാധിക്കും. നേരെ മറിച്ച് തോറ്റുപോയാൽ അതിനെ സ്പിരിറ്റിലെടുക്കാനും സാധിക്കും. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാര്യങ്ങളെ കാണുക. അതാണ് ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റിന് ഇതിനെ മാനേജ് ചെയ്യാനുള്ള രീതി. ഇനി അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ജഡ്ജിങ് കപ്പാസിറ്റിയുള്ള അഥവാ ജഡ്ജിങ് നേച്ചറുള്ള ആൾക്കാരാണ്. ജഡ്ജിങ് നേച്ചറുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ?
ഒന്നാമത്തേത്, അവരെപ്പോഴും മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി അവനവൻ ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും അതിലെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക. മാത്രമല്ല അവരെപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ്സ് പ്രതീക്ഷിക്കും എന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ ഒന്നാമത് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ തെറ്റുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എത്ര ശ്രമിച്ചാലും പെർഫെക്റ്റായ റിസൾട്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് നിങ്ങളത് 1000 തവണ ചെയ്തു കഴിഞ്ഞു, 1001ാമത്തെ തവണ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ഒരു എക്സ്പെർട്ട്നെസ്സിൻ്റെ ഒരു പെർഫെക്ഷൻ അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും. നേരെ മറിച്ച് എല്ലാ സമയത്തും ഇത് നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴും ഹയർ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുമ്പോൾ കുഴപ്പം, നമ്മൾ ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോവും. ശ്രദ്ധ മാറുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഇംപെർഫെക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പെർഫെക്ഷനിസ്റ്റ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യും. പെർഫെക്ഷനിസ്റ്റ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്ട്രെസ് എപ്പോഴും ഉണ്ടാകുമെന്നാണ്. കാരണം ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ബോധേഡ് ആകാൻ തുടങ്ങും. അങ്ങനെ ബോധേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവുമോ? ഇല്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിലൊരു കുത്തു വിട്ടുപോയി, ഒരു കോമ വിട്ടുപോയി, പോസിങ് തെറ്റിപ്പോയി, അങ്ങനെ ചെറിയ കാര്യങ്ങൾ എന്തായാലും പിഴവുണ്ടാകും. അത് ആ വഴിക്ക് വിട്ടാൽ മതി, അടുത്ത ചാൻസിൽ അത് കറക്റ്റ് ചെയ്യാം. ലോകത്തൊരിക്കലും പെർഫെക്റ്റായ ഒരു കാര്യമില്ല. എപ്പോഴും നമുക്ക് പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയയാണ്. ആ ഐഡിയയിലേക്ക് എത്താനുള്ള വഴികൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്നതിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് ആ വഴിക്ക് വിട്ടുക, ഫോർഗിവ് യുവർ സെൽഫ്. എന്നിട്ട് അടുത്ത ചാൻസിലേക്ക് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ചാൻസ് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുക. നേരെ മറിച്ച് ഇപ്പോൾ പറ്റിപ്പോയ തെറ്റുകളെ ഓർത്തിപ്പോൾ ടെൻഷൻ അടിച്ചു കൊണ്ടിരുന്നാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ജഡ്ജ്മെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആളുകൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ പെർഫെക്റ്റായ റിസൾട്ട് കിട്ടിയില്ല, ഓക്കെ, അപ്പോൾ അടുത്ത തവണ ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം, ആ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാം. അങ്ങനെ പടിപടിയായി അതിനൊരു ഇംപ്രവൈസേഷനാക്കി മാറ്റുക. നേരെ മറിച്ച് പെർഫെക്ഷൻ എന്നത് പ്രതീക്ഷിക്കാതിരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, പക്ഷെ അത് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണ്. ഇനി അടുത്തത് വാരിയർ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അതായത് ഒരു യോദ്ധാവിനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ. യോദ്ധാക്കളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ പരമാവധി എല്ലാ കാര്യത്തിനുള്ള ബാക്കപ്പ് എടുക്കും എന്നതാണ്. ഒരു യുദ്ധത്തിന് ഒരിക്കലും പ്ലാൻ എ വെച്ച് പോകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാകും. അത്തരം പ്ലാൻ ബിയുടെ പർപ്പസ് എന്ന് പറയുന്നത് പലപ്പോഴും പ്ലാനെ വർക്കൗട്ട് ആക്കലാണ്. എന്നാൽ പോലും പരമാവധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യുക എന്നതാണ് എന്നും ഒരു നല്ല യോദ്ധാവിൻ്റെ രീതി. നേരെ മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഈ മൈൻഡ് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് സ്ട്രെസ് ഒഴിഞ്ഞ നേരമുണ്ടാവില്ല എന്നതാണ്. കാരണം ജീവിതത്തിൽ എപ്പോഴും ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്. നിങ്ങൾ എത്ര പ്രിപ്പയർഡ് ആയാലും ശരി, നിങ്ങൾ അൺസർട്ടൈൻ ആയി പോകുന്ന സിറ്റുവേഷൻ അവിടെ എന്തായാലും ഉണ്ടാകും. അത്തരം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പതറിപ്പോകും. കാരണം നിങ്ങൾ ബാക്കപ്പ് എടുത്തു, പക്ഷേ കാര്യമുണ്ടായില്ല എന്നൊരു തോന്നൽ വരും. അവിടെയും നിരാശ ഡെവലപ്പ് ചെയ്യും. ആ നിരാശ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് പറ്റാവുന്ന ബാക്കപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കുക. പക്ഷേ ഒരിക്കലും സംഭവിക്കാത്ത, ഒരിക്കലും സാധ്യത വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ടെൻഷനാകാതിരിക്കുക. ഇനി അടുത്തത് സാബർ ടൂത്ത് മൈൻഡ് സെറ്റ് ഉള്ളത്. ഈ സാബർ ടൂത്ത് മൈൻഡ് സെറ്റ് സത്യം പറഞ്ഞാൽ വളരെ ടോക്സിക് ആയ ഒരു മൈൻഡ് സെറ്റാണ്. ഈ ടോക്സിക് മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങൾക്കൊരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ മുഴുവൻ മറ്റുള്ളവരുടെ നേരെയാണ് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര സ്ട്രെസ്സുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ അസിസ്റ്റൻറ്റിന് നിങ്ങൾ പൊതിരെ അങ്ങോട്ട് ചീത്ത പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? ഈ അസിസ്റ്റൻറ്റിനും മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും, നിങ്ങൾക്കും മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. നിങ്ങളുള്ള സ്ട്രെസ്സ് കുറയാൻ പോകുന്നില്ല, നിങ്ങളുടെ ടെൻഷൻ മാറാൻ പോകുന്നില്ല. അസിസ്റ്റൻറ്റിനെ കൂടി ടെൻഷനാക്കിയിട്ട് വല്ല കാര്യമുണ്ട്? നേരെ മറിച്ച് അസിസ്റ്റൻറ്റിനെ കാര്യങ്ങളൊക്കെ ഒന്ന് വീതിച്ചു കൊടുത്ത് അയാളുടെ ജോലികൾ സുഗമമാക്കി കഴിഞ്ഞാൽ അയാൾ ഹാപ്പിയാണ്. അപ്പോൾ അയാൾ നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ ജോലിയിൽ അയാളെ കൂടെ പങ്കാളിയാക്കാം. അപ്പോൾ അതൊരു പോസിബിലിറ്റി അല്ലേ? ഈ നേരെ മറിച്ച് സാബർ ടൂത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കില്ല. അവർ അവരുടെ ഇൻസെക്യൂരിറ്റീസിനും അവരുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും, മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇത്തരം ആളുകൾക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം അവരെപ്പോഴും ഇൻസെക്യൂർ ആയിരിക്കും. കൂടെയുള്ള ആളുകളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരിവരോട് ലോയൽറ്റി കാണിക്കില്ല, വിശ്വാസ്യത പുലർത്തില്ല. വിശ്വാസ്യത പുലർത്താത്തടത്ത് ടീം വർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ടീം വർക്ക് ഇല്ലെങ്കിൽ മനുഷ്യൻ നിസ്സഹായനാണ് എന്നതാണ്. ആ നിസ്സഹായത എന്ന മനോഭാവം ഇവരിൽ, അവർ ഏകാന്തത എന്ന മനോഭാവം
ഇവരിൽ എപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സാബർ ടൂത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് എപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കൊക്കെ സ്ട്രെസ്സ് കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ. ഇവർക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് എപ്പോഴും മാനേജ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്, ഒരിക്കലും ഇല്ലാതാക്കാൻ പഠിക്കരുത്. അപ്പോൾ മനസ്സമാധാനം ഉണ്ടാക്കണമെങ്കിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ അറിയണം. ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾ സ്ട്രെസ്സിനെ കുറിച്ച് കൂടുതൽ കരുതിയിരിക്കണം എന്നതാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആഴ്ചയും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വീഡിയോയുമായി നമ്മളെത്തും. താങ്ക് യു സോ മച്ച്.